ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൺഷ്യൽ ഫുഡീസ്. ഞാൻ സന്തോഷ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പരിപ്പ് വടയാണ്. നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള നല്ല പരിപ്പ് വട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് കടലപ്പരിപ്പ് എടുക്കുക. കടലപ്പരിപ്പ് എടുത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 4 മണിക്കൂർ അത് കുതിർത്തി വയ്ക്കാം. 4 മണിക്കൂർ ശേഷം കുതിർത്തിയെടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുക പറഞ്ഞാൽ നന്നായിട്ട് അരയരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. ഓക്കെ, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പരിപ്പുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും മുഴുവനായിട്ട്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴാണ് നമുക്ക് പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു ബൗളിലോട്ട് എടുത്ത് മാറ്റുക. അതിനുശേഷം അതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച പൊടി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും ചെറുതായി അരിയുക. പിന്നെ മല്ലിയില, അതുകൂടാതെ കുറച്ച് പച്ചമുളക്. സോ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ഈ മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണം. നമുക്ക് വേറെ സൈഡിൽ നമ്മൾ അടുപ്പ് കത്തിച്ച് കുറച്ച് ഓയിൽ ചൂടാക്കി വെച്ചേക്കാം. അപ്പോഴത്തേനും നമുക്ക് പരിപ്പുവട റെഡിയാക്കി എടുക്കാം. സോ ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ വീണ്ടും പരിപ്പെടുത്ത് നമുക്ക് ചെറുതായിട്ട് ബോൾ പിടിക്കാം. ബോൾ പിടിച്ചതിന് ശേഷം അതിനെ പരത്തി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി ഷേപ്പിൽ പരത്തുക. നമ്മുടെ പരിപ്പുവടയുടെ ഷേപ്പിൽ പരത്തിയെടുത്തതിന് ശേഷം നേരെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് ഇടാം. എണ്ണയിലിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൈ പൊള്ളാതെ സൂക്ഷിക്കുക, എണ്ണ തെറിക്കാതെ സൂക്ഷിക്കുക. ഇത് രണ്ട് സൈഡും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡ് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക. സോ രണ്ട് സൈഡും കവറായി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ടൈപ്പിൽ വരണം. സോ പുറത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമുക്ക് അതിനെടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപ്പെടുത്ത് വടയുണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടെ ഇപ്പോൾ വടയുണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള സൂപ്പർ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരിപ്പുവട ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം ഒരു കറിവേപ്പില വെച്ച് ഒരു ഗാർണിഷ് ചെയ്യാം. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് നമ്മുടെ നാടൻ പരിപ്പുവട. ഓക്കെ, സോ ചായയുടെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് അത് കഴിച്ച് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.